പലരും കരുതുന്നത് പ്രണയം സക്സസ് ആവുന്നത് വിവാഹം ചെയ്ത് ജീവിക്കുമ്പോൾ എന്നാണ്. അത് ശരിയാണോ? നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ചു നോക്കൂ. ഇപ്പോൾ എല്ലാവർക്കും തോന്നുന്നത് എന്താണെന്ന് ഞാൻ പറയട്ടെ. അതിനിപ്പോൾ എന്താ വ്യത്യാസമുള്ളത്? വിവാഹം തന്നെയല്ലേ പ്രണയത്തിൻ്റെ വിജയം എന്നാകും. പക്ഷേ എനിക്ക് പറയാനുള്ളത് അതല്ല. പ്രണയം അത് സക്സസ് ആകുന്നത് വിവാഹത്തിലൂടെയല്ല. തീർച്ചയായും വിവാഹവും പ്രണയത്തിൻ്റെ സക്സസിൽ ഒരു ഭാഗം അല്ലെങ്കിൽ ഒരു പടി എന്നൊക്കെ പറയാം. പക്ഷേ യഥാർത്ഥമായി രണ്ട് വ്യക്തികൾ തമ്മിലുള്ള പ്രണയം സക്സസ് ആവുന്നത് അവരുടെ പ്രണയം വിവാഹത്തിലെത്തി ജീവിക്കാൻ തുടങ്ങുമ്പോഴേക്കും അവർ തമ്മിലുള്ള അണ്ടർസ്റ്റാൻഡിങ്ങിൽ ആണ്. ഇവിടെ പല പ്രണയവും ജീവിച്ചു തുടങ്ങുമ്പോൾ മെല്ലെ മെല്ലെയായി അപ്രത്യക്ഷമായി മാറുന്നതിന് കാരണവും അങ്ങനെയൊരു അണ്ടർസ്റ്റാൻഡിങ് അവർക്കിടയിൽ ഉണ്ടാകാത്തത് കാരണമാണ്. പലരും പറയുന്നത് കേൾക്കാം, പ്രണയിക്കുന്ന കാലത്ത് അവൻ അല്ലെങ്കിൽ അവൾ ഒരുപാട് സംസാരിക്കുമായിരുന്നു, എവിടെ പോയാലും എന്ത് ചെയ്താലും പറയുമായിരുന്നു. പക്ഷേ വിവാഹം കഴിഞ്ഞതിൽ പിന്നെ എല്ലാം നിന്നു. മിക്കവാറും ഇത്തരം പരാതികൾ വരുന്നത് കൂടുതലും സ്ത്രീകളിൽ നിന്നായിരിക്കും. എന്നാൽ പുരുഷന്മാരിൽ നിന്നും ഇത്തരം പരാതികൾ ഉണ്ടാകാറും ഉണ്ട്. സ്ത്രീകൾ പരാതിപ്പെടുമെങ്കിലും അവർ എല്ലാവരും അതിനെ ചൊല്ലി കൂടുതൽ പ്രശ്നമുണ്ടാക്കില്ല. ചിലർ പ്രശ്നമുണ്ടാക്കും. പക്ഷേ പുരുഷന്മാർ അങ്ങനെയല്ല. പലരും അതിനെ ചൊല്ലി വഴക്കിടാൻ ശ്രമിക്കുന്നവരായിരിക്കും ഒരു 60% ആളുകളും. അത് എന്തിനാണ് അങ്ങനെ ഒരു വഴക്ക് വരുന്നത്? കാരണം സ്ത്രീകൾ എപ്പോഴും പുരുഷന്മാർക്ക് വിധേയത്വം പ്രാപിച്ചു നിൽക്കണം എന്നുള്ള പുരുഷന്മാരുടെ ധാർഷ്ട്യം തന്നെയാണ്. ഈ ഒരു ധാർഷ്ട്യം കാരണമാണ് മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് ഇല്ലാതാകുന്നത്. നീ എവിടെ പോയി, ആരോട് ചോദിച്ചിട്ട് പോയി, എന്തിനു പോയി എന്നിങ്ങനെയുള്ള ചോദ്യങ്ങളും തെറി അഭിഷേകങ്ങളും നടത്തുന്ന പ്രണയ ദമ്പതികളും ഉണ്ട്. എങ്കിലും ഇത്തരം കാര്യങ്ങൾ പ്രണയ വിവാഹത്തിൽ മാത്രമല്ല, അല്ലാത്ത വിവാഹത്തിൽ ഈ ഒരു സംഭവം സുലഭമായി കാണാൻ സാധിക്കും. പക്ഷേ ഞാൻ ഇവിടെ പ്രണയവിവാഹത്തെ എടുത്തു പറയാൻ കാരണം ഒരിക്കലും പ്രണയവിവാഹത്തിൽ ഇത് സംഭവിക്കരുത്. അതിൻ്റെ ഉത്തരവാദിത്തം പ്രണയിക്കുന്ന രണ്ട് വ്യക്തികൾക്ക് തന്നെയാണ്. ഞങ്ങളുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ ജീവിതം സക്സസ്സായി പോകാൻ പൊട്ടലും ചീറ്റലും ഇല്ലാതെ പോകണമെങ്കിൽ ഒരാൾ പറയുന്ന കാര്യം മറ്റേയാൾ തിരിച്ചറിയുക തന്നെ വേണം. തെറ്റുകളെ സ്വയം തിരുത്താനുള്ള പക്വത കൈവരണം. നമ്മൾ പ്രണയിക്കുന്നത് എന്തിനാണ്? നമ്മൾക്കിടയിൽ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവാൻ വേണ്ടി തന്നെയാണ്. അല്ലാതെയാണെങ്കിൽ ഒരു സാധാരണ കല്യാണം, അറേഞ്ച്ഡ് മാരേജ് ചെയ്താലും മതിയല്ലോ. ഞാൻ എന്ന വ്യക്തി നീ എന്ന വ്യക്തിയെ തിരിച്ചറിയുന്നിടത്തു പ്രണയം ഉണ്ടാകണം. അപ്പോഴാണ് അതിന് ഒരു അർത്ഥമുണ്ടാവുകയുള്ളൂ. ഇന്നത്തെ തലമുറയ്ക്കിടയിൽ സംഭവിക്കുന്ന പ്രണയപക ഉണ്ടാകുന്നത് എങ്ങനെയാണ്? പ്രണയത്തെ അവർ കാണുന്നത് അവരുടെ ആധിപത്യം സ്ഥാപിക്കാനുള്ള മാർഗമായാണ്. അല്ലെങ്കിൽ പിന്നെ ഒരു വ്യക്തിയെ പ്രണയിച്ച ആൾക്ക് എങ്ങനെയാണ് ആ വ്യക്തിയെ ഉപദ്രവിക്കാനുള്ള മൈൻഡ് ഉണ്ടാവുന്നത്? ആധിപത്യമല്ല അണ്ടർസ്റ്റാൻഡിങ്, അതാണ് ഉണ്ടാവേണ്ടത്. സ്വന്തം ജീവിത പങ്കാളിക്ക് കൊടുക്കേണ്ട ഇൻഡിവിജ്വൽ സ്പേസ് അവർക്ക് വിട്ടുകൊടുക്കുക. അവരുടെ പ്രൈവറ്റ് കാര്യങ്ങളിൽ ഇടപെട്ട് സ്വാതന്ത്ര്യ നിഷേധം നടത്താതിരിക്കുക. അവരുടെ മേൽ നിബന്ധനകൾ അടിച്ചേൽപ്പിക്കാതിരിക്കുക. അവരുടെ ചിന്തകൾക്കും അഭിപ്രായങ്ങൾക്കും പ്രാധാന്യം നൽകുക. ഞാൻ പിടിച്ചത് തന്നെയാണ് കൊമ്പ് എന്ന് സ്വയം ഉറപ്പിക്കുന്നത് ഒഴിവാക്കുക. അവരുടെ പെരുമാറ്റ രീതി മനസ്സിലാക്കുക.
അതിനനുസരിച്ച് അവർക്ക് ബഹുമാനം കൊടുത്തുകൊണ്ട് പെരുമാറുക. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നിത്യജീവിതത്തിൽ നമ്മൾ പാലിച്ചു പോകുന്നതാണ് ജീവിതം മികച്ചതാക്കാനുള്ള ഘടകങ്ങൾ. ഒരാൾക്കും ഇന്ന ചുമതലകൾ എന്നില്ല. വീട്ടുജോലി ഭാര്യയ്ക്കും പുരുഷന്മാർ പുറത്തു ജോലി ചെയ്ത് പണം സമ്പാദിക്കൽ എന്ന ആ ഒരു വിചാരം തന്നെ എടുത്തു കളയുക. അതുപോലെ തന്നെ സ്വന്തം പാർട്ട്ണറിനോ എന്തെങ്കിലും ഒരു ടെൻഷൻ ഉണ്ടെങ്കിൽ അവരോട് ഒരുപാട് അതിനെപ്പറ്റി സംസാരിച്ച് അവർക്ക് ഉള്ള ടെൻഷൻ വർദ്ധിപ്പിക്കുന്നതിന് പകരം അവരെ ഫ്രീ ആയി വിടുക എന്നതായിരിക്കും അവർക്ക് ഏറ്റവും മികച്ച ആശ്വാസം. പക്ഷേ ചിലർക്ക് അത് പാർട്ട്ണറിനോട് തുറന്ന് സംസാരിച്ചാൽ തീരാവുന്നതായിരിക്കും. ഇങ്ങനെ ഉണ്ടാവുമ്പോൾ സ്വന്തം പാർട്ട്ണറിനു എന്താണ് ആവശ്യം എന്നുള്ളത് തിരിച്ചറിയുക എന്നതാണ് വേണ്ടത്. ഈ തിരിച്ചറിവ് തന്നെയാണ് അണ്ടർസ്റ്റാൻഡിങ്. പ്രണയിക്കാൻ ആഗ്രഹിക്കുന്ന അങ്ങനെയുള്ള എല്ലാവർക്കും സ്വന്തം പാർട്ട്ണർ എങ്ങനെയാണ്, എന്തൊക്കെയാണ് ഇഷ്ടമുള്ളത് എന്നിങ്ങനെയുള്ള കാര്യങ്ങളും അറിയുക, മനസ്സിലാക്കുക. ഒരു വ്യക്തി മറ്റൊരു വ്യക്തിക്ക് കൊടുക്കേണ്ട ബഹുമാനവും അവർക്ക് കൊടുക്കേണ്ട ഇൻഡിവിജ്വൽ സ്പേസും കൊടുക്കുക. അവരുടെ മേൽ ആധിപത്യം സ്ഥാപിക്കാൻ ശ്രമിക്കാതിരിക്കുക. ഇതൊക്കെ ചെയ്താൽ തന്നെയാണ് ഒരു പ്രണയം സക്സസ് ആവുന്നത്.